ഹലോ, ഞാനിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ അമ്പലത്തിലാണേ. ഞാൻ പറഞ്ഞില്ലേ അമ്പലപ്പുഴ അമ്പലത്തിൽ പള്ളിപ്പാന നടക്കുന്നുണ്ട്, അത് കാണാൻ പോകണമെന്ന്. അത് കാണാൻ വന്ന കേട്ടോ. ഞാനും അമ്മയും അനിയത്തിയും കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന പള്ളിപ്പാനയെ പറ്റി ഞാൻ കേട്ടറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. പള്ളിപ്പാന എന്ന് പറഞ്ഞാൽ 12 വർഷത്തിൽ നടക്കുന്ന ചടങ്ങാണേ. അതായത് 12 വർഷത്തിൽ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ചടങ്ങാണ്. 15 ദിവസത്തോളം നീണ്ടു നടക്കുന്ന ചടങ്ങാണിത്. അമ്പലത്തിലാണെങ്കിൽ എല്ലാ വർഷവും മകരമാസത്തിൽ 12 നാൾ 12 കളഭ മഹോത്സവം ഉണ്ട്. അങ്ങനെ 12 വർഷം അത് നടത്തിയതിന് ശേഷമാണ് പള്ളിപ്പാന നടത്തുന്നത്. പള്ളിപ്പാനയുടെ ഐതിഹ്യം എന്ന് വെച്ചാൽ പണ്ട് ദേവാസുര യുദ്ധം നടന്നപ്പോൾ അസുരഗുരുവായ ശുക്രാചാര്യർ മഹാവിഷ്ണുവിനെതിരെ ആഭിചാര കർമ്മങ്ങൾ നടത്തി. അതിൻ്റെ ഫലമായി മഹാവിഷ്ണുവിന് ആലസ്യം പ്രകടമായി. ക്ഷീണിതനായ മഹാവിഷ്ണുവിനെ ഊർജ്ജസ്വലനാക്കാൻ വേണ്ടി ദേവതകൾ ജ്യോത്സ്യത്തിൻ്റെ ദേവനായ സുബ്രഹ്മണ്യനെ സമീപിച്ചു. സുബ്രഹ്മണ്യൻ്റെ നിർദ്ദേശപ്രകാരം പരമശിവനും പാർവതിയും വേലൻ്റെ രൂപത്തിൽ പറകൊട്ടി പാടിയതാണ് ആദ്യത്തെ പള്ളിപ്പാന. പള്ളിപ്പാന കാണാൻ വരുമ്പോൾ അതിൻ്റെ ഇങ്ങനെ കുറേ രൂപങ്ങളും അതിൻ്റെ ഐതിഹ്യ കഥകളും ഒക്കെയുടെ ഒരു പ്രദർശനം അവിടെ ഒരു ഫ്രീ ആണേ. അതിനകത്ത് കയറിയിട്ട് നമുക്ക് അമ്പലത്തിൽ തന്നെ ഇതെല്ലാം കാണാൻ പറ്റും. അതിനുള്ളതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ഭഗവാന്റെ ഓരോരുത്തർ വരച്ച ഫോട്ടോയും പണ്ട് നമ്മൾ കണ്ട ഓരോരോ വസ്തുക്കളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല അറിവ് പകരുന്ന ഒരുപാട് ഐറ്റംസ് അതിനകത്തുണ്ട്. നമ്മുടെ അമ്പലത്തിൽ പള്ളിപ്പാന നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടും അതായത് നമ്മുടെ ദേശത്തിനും ദേശത്തിൻ്റെ നാഥനായ ഭഗവാനും ദേശവാസികൾക്കും ഭഗവാനെ ആശ്രയിച്ച് വരുന്ന എല്ലാവർക്കും ദൃഷ്ടിദോഷങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. ആ ദൃഷ്ടിദോഷവും നാമദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് പള്ളിപ്പാന അമ്പലത്തിൽ നടത്തുന്നത്. ഇത് നടത്തുന്നത് വേലന്മാരാണ്. വേലൻ എന്ന സമുദായത്തിലുള്ള കുറേ ആൾക്കാർ വ്രതശുദ്ധിയോടെ നടത്തുന്ന ചടങ്ങാണ് പള്ളിപ്പാന. ഈ ചടങ്ങ് 28ഓളം ചടങ്ങുകൾ ഈ പള്ളിപ്പാനയ്ക്കുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ. കഥകളിലൊക്കെ മാറ്റം വരും, കാരണം ഇങ്ങനെ ആചാരങ്ങൾ പലരും പലതല്ലേ പറയുന്നത്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അവിടെ ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു, കാരണം രാത്രിയാണ്, നല്ല തണുപ്പുണ്ട്, നല്ല എരിവുള്ള ചുക്ക് കാപ്പി. കുഞ്ഞാവ കയറി പിടിക്കും അതിന് വേണ്ടിയിട്ട്. അവൾക്ക് എന്താണെന്നറിയില്ലല്ലോ. പിന്നെ കൊടുത്തു നോക്കിയപ്പോൾ പിന്നെ അവൾ കുടിക്കലില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആദ്യമേ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ തൊഴാൻ കയറാൻ. അപ്പം ഞങ്ങൾ ഓർത്ത് ആദ്യമേ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി തൊഴാമെന്ന്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഈ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഓതുന്നതുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ കുടിൽ കെട്ടിയിട്ട് കുറേ ആൾക്കാർ, ഈ സമുദായത്തിലെ ആൾക്കാരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ പേരും നാളും പറയുമ്പോൾ നമുക്ക് ഓതിയിട്ട് ദോഷങ്ങളൊക്കെ മാറാനുള്ള ചരട് നമ്മുടെ കയ്യിൽ കെട്ടാൻ തരും. അത് നമ്മൾ ദക്ഷിണ കൊടുക്കുമ്പോൾ അവർ അത് ചെയ്ത് നമുക്ക് തരും. പിന്നെ ഈ പള്ളിപ്പാനയുടെ കർമ്മങ്ങളും ചടങ്ങുകളും ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് അത്യാവശ്യം ക്യൂ ആണ്. നല്ല തിരക്കൊണ്ടുകൊണ്ട് അവർ ക്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർക്ക് നേരെ അങ്ങ് കയറാൻ പറ്റും. ഇവിടെയാണ് കോഴീനെ കുഴിച്ചിടുന്നത്. കോഴീനെ കുഴിച്ചിടുന്നൊരു ചടങ്ങുണ്ട്. ജീവനോടെയാണ് ഈ ആരൂപം വെച്ചിരിക്കുന്നിടത്ത് കോഴിയെ കുഴിച്ചിടുന്നത്. എന്നിട്ട് നൂല് വഴിയാണ് ഇതിൽ വെള്ളം കൊടുക്കുന്നത്. 12 ദിവസം കഴിയുമ്പോൾ ഇതിനെ പുറത്തെടുക്കും. അത് ശനിയോ ഞായറോ ഏതാണ്ടാണ്. ആ ദിവസം പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അമ്പലപ്പുഴ അമ്പലത്തിലെ പള്ളിപ്പാനയും വിശേഷങ്ങളും. ഇതെല്ലാം കണ്ട് ഞങ്ങൾ വീട്ടിലിപ്പോൾ ഒരുപാട് ലേറ്റായി വീട്ടിൽ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് നീണ്ടു നിന്ന വീഡിയോ ആയിപ്പോയല്ലേ. ഓക്കെ, ടാറ്റാ.